ഹായ്, നമ്മുടെ ലേണിനോ ആപ്പിൽ എങ്ങനെയാണ് KTU BTechന്റെ ഫസ്റ്റ് ഇയർ റെക്കോർഡഡ് ട്യൂഷൻ കോഴ്സ് ആക്സസ് ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സോ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലേണിനോ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ദെൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കോഴ്സസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ വ്യൂ ഓൾ കോഴ്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോഴ്സും കാണാൻ പറ്റും. ഇപ്പോൾ KTU ഫസ്റ്റ് ഇയറിന് നമുക്ക് ഗ്രൂപ്പ് A, B, C, D അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് 4 കോഴ്സസ് നമ്മളുണ്ട്. അത് കൂടാതെ നമുക്ക് സെമസ്റ്റർ 1ൻ്റെ മാത്രമായിട്ടും കോഴ്സ് അവൈലബിൾ ആണ്. ഈ ഫസ്റ്റ് ഇയർ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെമസ്റ്റർ 1ഉം സെമസ്റ്റർ 2ഉം ക്ലാസ്സസ് കിട്ടും. ഇനി സെമസ്റ്റർ 1 മാത്രം മതി എന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ഗ്രൂപ്പ് A കോഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക. ഫസ്റ്റ് ഓവർവ്യൂ, ദെൻ അതിൽ കണ്ടന്റ് ഉണ്ട്, അതിൽ നമ്മൾ ഫസ്റ്റ് സിലബസ് ഉണ്ട്, ദെൻ നമ്മൾ ഓരോ സബ്ജക്റ്റ് ഉണ്ട്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തോൺ. ഇത്രയാണ് S1ൽ വരുന്നത്. ബാക്കി S2യുടെ സബ്ജക്ട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ തന്നെ നോട്ട്സ് നമ്മൾ PDF ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ട്, ദെൻ റിവിഷൻ ഉണ്ട്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഓരോ സബ്ജക്റ്റിലും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഫോൾഡേഴ്സ് വരുന്നത്. സബ്ജക്റ്റും നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സസും നോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോഴ്സിലാണോ ജോയിൻ ചെയ്യേണ്ടത് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. താങ്ക്